ഹായ് മക്കൾസ്, എടാ 10ാം ക്ലാസ്സിൽ ഫിസിക്സ് എക്സാം ആണോ? അതിൽ പ്രോബ്ലംസ് ഉറപ്പാ. പ്രോബ്ലംസ് ഇല്ലാണ്ട് എക്സാം നടക്കൂല. എത്ര ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി? അയ്യോ പൊന്നു മാഷെ, അത് ഇട്ടേച്ച് പോണോ? തളരരുത് രാമൻകുട്ടി, തളരരുത്. നമ്മൾ അങ്ങോട്ട് സെറ്റാക്കും, പൊളിച്ചടക്കും. അതെങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ രാത്രി ലൈവിൽ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താ? കുറച്ച് ഇക്വേഷൻസ് അറിയണം. അത് നിങ്ങൾ കാണാപ്പാടം പഠിച്ചു തരണം. ബാക്കി ഞാൻ ഏറ്റ്. സോ നമ്മൾ തുടങ്ങിയല്ലേ 6ാമത്തെ പാഠം. റിവേഴ്സ് ഓർഡറിൽ തുടങ്ങാം. 6ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് വല്ല ഇക്വേഷൻ പഠിക്കാനുണ്ടോ? ഒരു തേങ്ങയില്ല, ഒന്നും പഠിക്കണ്ട, ഒരു ഇക്വേഷനും ഇല്ല. പിന്നെ നമുക്ക് 5ാമത്തെ പാഠം തുടങ്ങാം. ഏതാ 5ാമത്തെ പാഠം? ആ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം. ഈ പാഠത്തിൽ ആദ്യം പഠിക്കുന്നത് സ്നെൽസ് ലോ ആണ്, സ്നെൽ നിയമം. അതിന് ഇക്വേഷൻ ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? n = sin i by sin r. എന്ന് പറഞ്ഞാൽ എന്താണ്? അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ n = sin i by sin r. പിന്നെ ഈ പാഠത്തിൽ എന്താ ഉള്ളത്? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. അറിയാത്ത ആൾക്കാരെ നോക്കി കൊഞ്ഞനം കുത്തരുത്, ഞാൻ രാത്രി പറഞ്ഞത്. ഓക്കെ അല്ലേ? കേവല അപവർത്തനാങ്കം, ആപേക്ഷിക അപവർത്തനാങ്കം. എടാ, ഈ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇക്വേഷൻ എന്താ? n = c/v. അതിൽ c എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാക്വം ആണ്, ശൂന്യതയിലൂടെയുള്ള വേഗതയാണ്. v എന്ന് പറഞ്ഞാൽ മാധ്യമത്തിലൂടെയുള്ള വേഗതയാണ്. അതൊക്കെ ഞാൻ അവിടുന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് പഠിച്ചാൽ മതി. പിന്നെന്താ രണ്ടാമത്തെ? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആപേക്ഷിക അപവർത്തനാങ്കം. ആപേക്ഷിക അപവർത്തനാങ്കം ഇക്വേഷൻ ആണ് n12 = v2/v1. v2/v1 സെറ്റ് അല്ലേ? പിന്നെ ഈ പാഠത്തിൽ പോയിട്ട് വന്നിട്ടും വല്ല ഇക്വേഷൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ലെൻസ് ഇക്വേഷൻ ഉണ്ടല്ലോ, മിറർ ഇക്വേഷൻ ഉണ്ടല്ലോ. അത് നമ്മൾ ഒരുമിച്ച് പഠിക്കുക. പിന്നെ ഈ പാഠത്തിൽ എന്താ? ലെൻസിന്റെ പവർ നാല് ഇക്വേഷൻ ഉണ്ട്. p = 1/f. അപ്പൊ എഫ് നാല് ഇക്വേഷൻ എന്താ? f = 1/p. ഇതും കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ പാഠത്തിൽ ലെൻസ് ഇക്വേഷൻ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി. നോ പ്രോബ്ലം. അവിടെ നോട്ടെ, ലെൻസ് ഇക്വേഷനും മിറർ ഇക്വേഷനും ഞാൻ ഒരുമിച്ച് പറഞ്ഞുതരാം. നമുക്ക് 4ാമത്തെ പാഠം നോക്കിയാലോ? 4ാമത്തെ പാഠത്തിന്റെ പേരെന്താ? കണ്ണാടിന്റെ പാഠം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ പ്രതിപതനം. ഇവിടെ ആദ്യം പഠിക്കാനുള്ള ഇക്വേഷൻ തരങ്ങൾക്ക് രണ്ട് കണ്ണാടി എത്രയെങ്കിലും ഒരു ആംഗിളിൽ വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഒരു വാഴ പോയി നിൽക്കുകയാണെങ്കിൽ ആ വാഴയുടെ എത്ര ഫോട്ടോ കിട്ടും? നമ്പർ ഓഫ് ഇമേജ് കാണാനുള്ള ഇക്വേഷൻ n = 360/θ-1. അതിൽ തീറ്റ എന്ന് പറഞ്ഞ രണ്ട് കണ്ണാടികൾക്കിടയിലുള്ള ആംഗിൾ ആണ്, കോണളവാണ്. വല്ല ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പക്ഷെ കോണളവ് കാണാനുള്ള ഇക്വേഷൻ കൂടി പഠിക്കണം. θ = 360/n+1, 360/n+1. ഇതാണ് ആ പാഠത്തിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ നല്ല ആളാ, നിങ്ങൾ മിറർ ഇക്വേഷനും മുക്കി ലെൻസ് ഇക്വേഷനും മുക്കി. അങ്ങനല്ല, നമുക്കത് ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കാം. മിററും ലെൻസും ഇത് പഠിക്കാണ്ട് എക്സാമിന് പോകരുത്. മിററും ലെൻസും എങ്ങനെ പഠിക്കാന്ന്? ഒന്നാമത്തെ കാര്യം, ലെൻസ് ഇക്വേഷൻ ഈ എക്സാമിന് വരാൻ ചാൻസ് കുറവാ. എന്നാലും നിങ്ങൾ രണ്ടും കൂടി പഠിച്ചോ. എടാ, മിറർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1/f = 1/u + 1/v. ഇമ്പോർട്ടന്റ് ആണ്. 1/f = 1/u + 1/v. എന്താ ലെൻസ് ഇക്വേഷൻ? തുടക്കം അതേമാതിരി എഴുതണ്ടി, 1/f. ഇങ്ങോട്ട് ബാക്കിയുള്ള നേരെ തിരിച്ച് എഴുതുക. 1/f = 1/v - 1/u. ഇമ്പോർട്ടന്റ് ആണ്. 1/f = 1/u + 1/v. 1/f = 1/v - 1/u. എന്നാൽ ഒരു കാര്യം, നിങ്ങളുടെ എക്സാമിന് ചിലപ്പോൾ ഇതാവില്ല ചോദിക്കുക. ചിലപ്പോൾ 1/u ആവും ചോദിക്കുക, ചിലപ്പോൾ 1/v ആവും ചോദിക്കുക. അപ്പൊ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും എന്നുള്ള കൺസെപ്റ്റ് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇനി അതല്ല, പ്രോബ്ലം ചെയ്യാൻ എളുപ്പം എന്താ നിങ്ങൾക്ക്? കോഡാക്കുകയാണ്. എൻ്റെ ലൈവ് ഇതിന് മുമ്പ് കണ്ട ആൾക്കാർക്ക് ഇത് ഓൾറെഡി അറിയാം. എന്നാൽ ഞാൻ വെറുതെ ഒന്ന് പറയാം. ഏറ്റവും എളുപ്പം കോഡാക്കുക എന്നാണ്. ഞാൻ പറഞ്ഞ UVF ആലോചിക്കുക. കണ്ണാടിൻ്റെ കേസിൽ UVF, UDF എന്നുള്ള പാർട്ടിയിൽ ആലോചിച്ചാൽ മതി. UVF. എന്നിട്ട് ആരെയാണോ കാണേണ്ടി ഓനെ പൊത്തി പിടിക്കുക. ഫോർ എക്സാമ്പിൾ U = നോക്കടാ, U = VF/V - F. ഇത്രയുള്ളൂ. U = VF/V - F. ഇനി V ആണ് കാണേണ്ടിയിരിക്കുക. V പൊത്തി പിടിക്കുക. V = UF/U - F. ഒക്കെ മൈനസാ. ഇവിടെ V = UF/U - F. നോ പ്രോബ്ലം. എടാ, ഒന്ന് ബാക്ക് അടിച്ചിട്ട് പിന്നെയും കാക്കുക. ഞാൻ അതിങ്ങനെ പിന്നെയും പറഞ്ഞ് ഈ വീഡിയോ 5 മണിക്കൂർ ആക്കണില്ല. നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി. സോ ഇതിലെ V = UF/U - F. അയ്യോ, എല്ലാവരും മൈനസ് ആണോ? അവസാനത്തെ ആള് മാത്രം പ്ലസ് ആയിരിക്കും. F = പ്ലസ് ആണ്, ലാസ്റ്റത്തെ ആൾ പ്ലസ് ആണ്. F = UV/U + V. വല്ല പ്രശ്നമുണ്ടോ? ആവർത്തിച്ച് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് ഞാൻ തരടാ, ഡോണ്ട് വറി. അപ്പൊ നിങ്ങളായിരിക്കും ലെൻസ് ഇക്വേഷൻ പിന്നെ ആരാ പറഞ്ഞുതരാന്ന്. എടാ, സിമ്പിളാ. ഇവിടെ UVF ആണെങ്കിൽ ഒന്നാമത്തെ ആൾ എന്തായാലും മാറില്ലല്ലോ, 1/f 1/f ആണ്. അപ്പൊ ഇവിടെ U ആയിരിക്കും ഫസ്റ്റ്, ബാക്കി രണ്ടാൾക്കാരെ മാറ്റുക. ഇവിടെ UVF ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? UFV. ഇവിടെ ആർക്കാ പ്ലസ് ഉണ്ടായിരുന്നത്? അവസാനത്തെ ആളായ എഫിന്. അപ്പൊ ഇവിടെ ആർക്കാ പ്ലസ് ഉണ്ടാകുക? അവസാനത്തെ ആളായ വിക്ക്. തുടങ്ങല്ലേ? U = പറ, പ്ലസ് ആണോ മൈനസ് ആണോ? ലാസ്റ്റത്തെ ആൾക്ക് മാത്രമേ പ്ലസ് ഉള്ളൂ മാഷേ. U = FV/F - V. ഇതങ്ങോട്ട് കൂടാ. U = FV/F - V. സാറേ, V F ആണ് ഇക്വേഷൻ. എന്താ? F = രണ്ടാമത്തെ ആളാണ് പൊത്തി പിടിക്കും. F = UV/U - V. UV/U - V. ലാസ്റ്റത്തെ ആളാണ് പ്ലസ് ഉണ്ടാവുക. V =
ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്. ആവർത്തിച്ച് കേൾക്കടാ, എന്നെ കൂടെ പഠിക്കടാ, സെറ്റ് ആക്കടാ, പവർ കാണിക്കടാ, എളുപ്പം. സാറേ പിന്നെ ഈ പാഠത്തിൽ എന്താ ചോദിക്കാനുള്ളത്? പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഏത് പാഠം നോക്കാം? അഞ്ചാമത്തെ പാഠം എന്താ വെച്ചാൽ നാലാമത്തെയും പാഠത്തിൽ മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്താ പഠിക്കേണ്ടതെന്ന് ആലോചിക്കുക. മാഗ്നിഫിക്കേഷൻ, ആവർത്തനം. എടാ ഏത് പാഠാണെങ്കിലും, കണ്ണാടി ആണെങ്കിലും ലെൻസ് ആണെങ്കിലും ആവർത്തനം കാണാനുള്ള ഒരു ഇക്വേഷൻ സെയിമാ. എം എസ് ഇക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ, എം എസ് ഇക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ. പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം. എന്നാൽ രണ്ടാമത്തെ ഇക്വേഷനിൽ ഒരു വെറൈറ്റി ഉണ്ട്. കണ്ണാടി ആണെങ്കിൽ ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ എം എസ് ഇക്വൽ ടു മൈനസ് വി ബൈ യു എന്നാണ്. എന്നാൽ ലെൻസ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എം എസ് ഇക്വൽ ടു വി ബൈ യു എന്നാണ്. കമ്പയർ ചെയ്തങ്ങോട്ട് പഠിക്കുക. സെറ്റ് അല്ലേ? നാലാം പാഠം സെറ്റ്, അഞ്ചാം പാഠം സെറ്റ്, ആറാം പാഠം പിന്നെ സെറ്റോ സെറ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠം നോക്കാം. മൂന്നാമത്തെ പാഠത്തിൽ ട്രാൻസ്ഫോമർ ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഒരു ട്രാൻസ്ഫോമറിന്റെ പവർ കാണാൻ ഇക്വേഷൻ പഠിക്കണം. പി ഇസ് ഇക്വൽ ടു വി ഐ, പി ഇസ് ഇക്വൽ ടു വി ഐ. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ഉണ്ട്, വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. എങ്ങനെയെങ്കിലും പഠിക്കുക. ഞാൻ പണ്ടിന്റെ ട്യൂഷനുള്ള മക്കളോടൊക്കെ പറയലുണ്ട്, വി എസ് എൻ എസ് ബൈക്കുമേൽ ഇപ്പ് വാങ്ങാൻ പോയിന്നോ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക. വി എസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വി എസ് അച്യുതാനന്ദൻ. ഈ വി എസ് അച്യുതാനന്ദൻ ഞാൻ ട്രോളിന്നൊന്നും പറയത് പാവം ഞാൻ. എൻ എസ് എന്ന് പറഞ്ഞാൽ പൾസറിന്റെ ഒരു ബൈക്ക് ഉണ്ട്, എൻ എസ് 250 NS. ഇപ്പ്, ഉപ്പ്, അങ്ങനെ ആലോചിക്കുക. വേണ്ടെങ്കിൽ എന്തെങ്കിലും ആലോചിക്കുക. എങ്ങനെ പഠിച്ചാലും ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. വി എസ് എൻ എസ് ബൈക്കുമേൽ ഇപ്പ് വാങ്ങാൻ പോയി എന്ന് ആലോചിക്കുക. ഉപ്പ് വാങ്ങാൻ പോയിന്നോ, ഇപ്പ് വാങ്ങാൻ പോയിന്നോ ഒക്കെ ആലോചിക്കുക. മലപ്പുറത്തുള്ള ചില ആൾക്കാർ ഇപ്പ് എന്നാ പറയാം. പാവം, തൽക്കാലം അങ്ങനെ പഠിച്ചോ. വി എസ് എൻ എസ് ബൈക്കുമേൽ ഇപ്പ് വാങ്ങാൻ പോയി എന്ന് ആലോചിക്കുക. ഇവിടെ വി എസ് ആണെങ്കിൽ ഇവിടെ വി പി, ഇവിടെ എൻ എസ് ആണെങ്കിൽ ഇവിടെ എൻ പി, ഇവിടെ ഐ എസ് ആണെങ്കിൽ ഐ പി ആണെങ്കിൽ ഇവിടെ എന്താ ഐ എസ്. ഇനി ഇങ്ങനെ തന്നെ പഠിക്കണമെന്നുണ്ടോ? ഇല്ല, വേണമെങ്കിൽ പഠിക്കുക. വിയും എന്നും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഐ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. എങ്ങനെ പഠിച്ചാലും ഒരു കുഴപ്പമില്ല. ഇത് പഠിക്കാണ്ട് എക്സാം ആൾക്ക് കെയർ ചെയ്ത് സെറ്റ് അല്ലേ? പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറഞ്ഞുതരാം, ഡോണ്ട് വറി. പിന്നെ ഈ പാഠത്തിലെ ഇക്വേഷൻ എന്താ? 5 CFL, 6 CFL, 2 TV. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ ഊർജം, ഒരു ദിവസത്തെ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇ ഈസ് ഈക്വൽ ടു പി ടി എൻ ബൈ 1000. അപ്പോൾ നിങ്ങളായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ പി ടി ബൈ 1000 എന്നല്ലോ. എടാ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളുടെ എണ്ണ 5 CFL ഉണ്ടെന്നുണ്ടെങ്കിൽ പി ടി ബൈ 1000 5 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളുടെ എണ്ണം കേട്ടോ. 4 TV ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റു 4, അതാണ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളുടെ എണ്ണം. പി ടി എൻ ബൈ 1000. പേടിക്കരുത്, പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് രാത്രിക്കത്തെ ലൈവിൽ സെറ്റ് ആക്കും. സോ നമ്മൾ അതും പഠിച്ച് ഇനി രണ്ടാമത്തെ പാഠം ഒരു തേങ്ങയില്ല, നോ പ്രോബ്ലം. പിന്നെ ഒന്നാമത്തെ പാഠത്തിൽ കുറെ ഇക്വേഷൻസ് ഉണ്ട്, അത് പഠിച്ചിട്ട് തന്നെ പോയിക്കോ. ഞാൻ മുമ്പ് ഒന്നാമത്തെ ഓണപരീക്ഷക്കും പറഞ്ഞതാ. ആദ്യം എന്താടാ? ഹീറ്റ് അല്ലെങ്കിൽ താപം കാണാനുള്ള ഇക്വേഷൻ എച്ച് ഇസ് ഇക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഇസ് ഇക്വൽ ടു വിറ്റ്, എച്ച് ഇസ് ഇക്വൽ ടു പി ടി, എച്ച് ഇസ് ഇക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ, വി സ്ക്വയർ ടി ബൈ ആർ. പഠിച്ചോ, സ്ലോ മോഷനിൽ പഠിച്ചോ. നോട്ട് കിട്ടാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ 4 ഇക്വേഷനും ഹീറ്റ് കാണാനുള്ള ഇക്വേഷനാണ്. സാറേ പവർ എങ്ങനെ കാണാം? പവർ കാണാൻ ഈ ഇക്വേഷൻ ഒക്കെ ടി അങ്ങോട്ട് കിട്ടിയാൽ മതി. സാർ ഐ സ്ക്വയർ ആർ ടി ടി വിട്ടുമ്പോൾ എന്താവും? പി ഇസ് ഇക്വൽ ടു ഐ സ്ക്വയർ ആർ. എച്ച് ഇസ് ഇക്വൽ ടു വിറ്റ്, ടി വെട്ടുമ്പോൾ എന്താ ഇവിടെ? പി ഇസ് ഇക്വൽ ടു വി ഐ. എച്ച് ഇസ് ഇക്വൽ ടു പി ടി, അപ്പൊ പി ഇസ് ഇക്വൽ ടു എച്ച് ബൈ ടി. എച്ച് ഇസ് ഇക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ, പി ഇസ് ഇക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ടി അങ്ങോട്ട് വെട്ടുക. പിന്നെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, പി ഇസ് ഇക്വൽ ടു ഡബ്ല്യു ബൈ ടി, വർക്ക് ബൈ ടൈം. പിന്നെ നിങ്ങൾ കുറച്ച് ട്രയാങ്കിൾ പഠിക്കണം. ഒന്നാമത് വീരപ്പൻ ആലോചിക്കുക. വീരപ്പൻ ഓംസ് ലോ. വി ഈസ് ഇക്വൽ ടു ഐ ഇൻറ്റു ആർ, ഐ ഈസ് ഇക്വൽ ടു വി ബൈ ആർ, ആർ ഈസ് ഇക്വൽ ടു വി ബൈ ഐ. വീരപ്പൻ. രണ്ടാമത് ക്വിറ്റ് ഇന്ത്യ. വീരപ്പൻ ക്വിറ്റ് ഇന്ത്യ എന്ന് ആലോചിക്കുക. വീരപ്പൻ ഇന്ത്യ വിടണം, ക്വിറ്റ് ഇന്ത്യ. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്, ടി എന്ന് പറഞ്ഞാൽ ടൈം. ക്യൂ ഈസ് ഇക്വൽ ടു ഐ ഇൻറ്റു ടി, ഐ ഈസ് ഇക്വൽ ടു ക്യൂ ബൈ ടി, ടി ഈസ് ഇക്വൽ ടു ക്യൂ ബൈ ഐ. വീരപ്പൻ ക്വിറ്റ് ഇന്ത്യ. ഒരു വാക്കവി എന്നും കൂടി പഠിച്ചാൽ സെറ്റാ. വാക്കവി ഡബ്ല്യു ഈസ് ഇക്വൽ ടു ക്യു വി, ഡബ്ല്യു ഈസ് ഇക്വൽ ടു ക്യു വി, വർക്ക്, ചാർജ്, വോൾട്ടേജ്. ഡബ്ല്യു ഈസ് ഇക്വൽ ടു ക്യൂ ഇൻറ്റു വി, ക്യൂ ഈസ് ഇക്വൽ ടു ഡബ്ല്യു ബൈ വി, വി ഈസ് ഇക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. ഞാൻ ഇതൊക്കെ പറഞ്ഞുതരാൻ കാരണം എന്താ? എൻ്റെ മക്കൾക്ക് A+ പോകരുത്. സെറ്റല്ലേ? കഴിഞ്ഞില്ല. ഈ പടത്തിൽ ഇനിയുണ്ട്. ആംബിയറേജ് കാണാനുള്ള ഇക്വേഷൻ. എന്താടാ? ആംബിയറേജ് ഈസ് ഇക്വൽ ടു പവർ ബൈ വോൾട്ടേജ്, വാട്ടേജ് ബൈ വോൾട്ടേജ്. സെറ്റല്ലേ? ഇനിയുണ്ട് സീരീസും പാരലലും. സീരീസ് ആണെങ്കിൽ ഏതാണ് ഇക്വേഷൻ? 1/r is equal to 1/r1 plus 1/r2 plus 1/r3. അല്ല, പാരലലാ, മൊയമൊയായിപ്പോയി. r is equal to r1 plus r2 plus r3. സുഹൃത്തുക്കളെ, ഒരുപാട് എണ്ണുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ? r is equal to rn, r is equal to rn. ഇനി പാരലൽ, സമാന്തരമാണെങ്കിൽ ഇക്വേഷൻ എന്താടാ? 1/r is equal to 1/r1 plus 1/r2 plus 1/r3. ഒരുപാട് എണ്ണുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ? r is equal to r by n, r is equal to r by n. രണ്ടാൾക്കാർ മാത്രമാണെങ്കിൽ ഇക്വേഷൻ എന്താ? r1 r2 by r1 plus r2. അല്ലെ, അഭിപ്രായം ഉണ്ടോ? സെറ്റ്. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഈ ഇക്വേഷൻസ് മൊത്തം ഞാൻ തന്നിട്ടുണ്ട്, നല്ല കിഡിലോസ്കി ആയിട്ട് പഠിക്കുക. എന്നിട്ട് പ്രോബ്ലം ചെയ്യലൊക്കെ ഞാൻ രാത്രി പറഞ്ഞുതരാം. ഇനി അതല്ല, ആർക്കെങ്കിലും
ഒരാൾക്ക് ഈ ക്വസ്റ്റൻ ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസി ഫിസിക്സ് എന്നുള്ള ഗ്രൂപ്പിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. സെറ്റ് അല്ലേ? സുതല റെഡി അല്ലേ? നമുക്ക് പബ്ലിക് എക്സാമും പൊളിക്കാം. സോ ഇന്നത്തെ രാത്രിക്കത്തെ ലൈവ് മറക്കരുത്. നമ്മൾ ആ ലൈവിൽ ഫുൾ പൊളിച്ചടക്കും. പ്രോബ്ലംസും നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് ഫുൾ ചെയ്യും. നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് പക്കാ സെറ്റാക്കും. സോ ഗൈസ്, ഡോണ്ട് മിസ് ദ ലൈവ്. അവിടെ തന്നെ വരിക. നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിലും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. ബൈ, ലൈവിൽ കാണാം.